100% അവർ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് അതിന്റെ വനിതകൾക്കെതിരെയുള്ള കുറ്റകൃത്യം അത് 5 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. രണ്ടും നടത്തുന്നത് ഒന്നും വലിയ പുത്തരിയല്ല, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ കരുതുന്ന ഒരു സമൂഹമുണ്ട്. പ്രത്യേകിച്ചും ലവ് ജിഹാദ് പോലെയുള്ള അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വരെ നടക്കുമ്പോൾ കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ, അവിശ്വാസി ആയിട്ടുള്ള, അതായത് ദൈവവിശ്വാസമില്ലാത്ത ഒരു സർക്കാരും ദൈവവിശ്വാസം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മന്ത്രിമാരും ഭരിക്കുന്ന ഒരു സർക്കാർ ആകുമ്പോൾ 100% അവർ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാറില്ല. അപ്പൊ അത് ഞാൻ പലപ്പോഴും കാണുന്ന കാര്യമാണ്. മതഭ്രാന്ത് മൂത്ത തള്ളച്ചിമാരും കാർന്നോമാരും കൂടിയിട്ട് നാട് നശിപ്പിക്കുന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. വനിതകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയാനുള്ള എന്തർഹത ഈ വിഷ ജന്തുക്കൾക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ വർഗീയ വിഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തില് കഴിഞ്ഞ ദിവസം 11 വയസ്സുള്ള ഒരു കുട്ടിയാണ് ബലാത്സംഗം ചെയ്ത് കൊന്ന് പാടത്ത് കുഴിച്ചുമൂടിയത്. 9 വയസ്സുള്ള ഒരു കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് വലിച്ചെറിഞ്ഞതും ഇവന്മാര് ഭരിക്കുന്നിടത്താണ്. ഈ മതതീവ്രവാദി തീട്ടപ്പുഴുക്കളുടെ MLA-മാരും മന്ത്രിമാരും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നതിൽ കണക്കില്ല. ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന 5 സ്റ്റേറ്റുകൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ നാണം കെട്ട ശവങ്ങളുടെ നോർത്ത് ഇന്ത്യൻ പട്ടികളുടെ ഒരു സംസ്ഥാനം പോലും അതിലില്ല. ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും കേരളവും മാത്രമേ ഉള്ളൂ. ഈ നാണം കെട്ട തീട്ടം തീനി ചാണകങ്ങൾക്ക് മതവും ജാതിയും വേർതിരിവും പറയാതെ ഒരു വോട്ട് പോലും കേരളത്തിൽ നിന്ന് കിട്ടൂല. മതത്തിന്റെ പേരിൽ ഭ്രാന്ത് പിടിച്ച് നാണം കെട്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജന്തുക്കൾ മാത്രമാണ് ഇവരെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യത്തുള്ളൂ. നമ്മുടെ തലമുറകളുടെ തലയിലേക്ക് മതഭ്രാന്തും ജാതീയതയും കുത്തിവെക്കുവാണ്. മനസ്സിലാക്കണം. ഈ വയസ്സ് ചെന്ന മുതുക്ക് ചെന്ന നരഭോജികളെ പോലെ നമ്മുടെ പുതിയ തലമുറ ജീവിക്കല്. മനസ്സിലാക്കണം. 2 വ്യക്തികൾ തമ്മിലുള്ള വിവാഹമോ പ്രണയമോ ആണ് ഇവര് ലവ് ജിഹാദ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. മുതുക്ക് ചെന്നു, ഇത്രയും വയസ്സായി, കിളവിയായി, എന്നിട്ട് ഇതിന്റെയൊക്കെ വായിന്ന് വരുന്ന വർഗീയത, അതായത് മനുഷ്യനെ വംശീയപരമായി അല്ലെങ്കിൽ മതപരമായി ജാതിപരമായി തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മതം വെച്ച് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിയെ തന്നെ അളക്കുവാണ് ഇവര്. ഇത്രയും നാണം കേട്ട അധപ്പതിച്ച ഒരു ആശയം കൊണ്ട് നടന്ന് ഇവർ ഇത്രത്തോളം വോട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഇതുവരെ കൊടുത്ത ഹ്യൂമൻ ഡെവലപ്മെന്റിന് എന്ത് പ്രയോജനമുണ്ട്?